ലോകത്തിനു മുന്നിൽ ഇന്ത്യൻ പെൺകരുത്തിൻ്റെ അഭിമാന അടയാളങ്ങൾ. കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. ലഷ്കർ ഇ തൊയ്ബ, ജയ്ഷ മുഹമ്മദ് ഭീകര കേന്ദ്രങ്ങൾക്കു നേരെ ക്ലിനിക്കൽ പെർഫെക്ഷനോടെ ഇന്ത്യ നടത്തിയ തിരിച്ചടി. ഓപ്പറേഷൻ സിന്ദൂർ വിജയം വിശദീകരിക്കാനായി ഇന്ത്യ വിളിച്ച വാർത്താ സമ്മേളനം. ലോകരാജ്യങ്ങളടക്കം ആകാംക്ഷാപൂർവ്വം കാത്തിരുന്ന ഈ വാർത്താ സമ്മേളനം അവിടേക്ക് വന്നത് സേനാ മേധാവികൾ ആരുമായിരുന്നില്ല. ഫോറിൻ സെക്രട്ടറി വിക്രം മിസ്രി, ഇടതും വലതും രണ്ടു സ്ത്രീകൾ. വലതുവശത്ത് കേണൽ സോഫിയ ഖുറേഷി, ഇടതുവശത്ത് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. ലോകമാകമാനം പുരുഷന്മാരുടെ കുത്തകയായ സൈനിക മേഖലയിൽ ഇന്ത്യൻ വിജയം ലോകത്തോട് വിളിച്ചു പറയാൻ ഇന്ത്യ നിയോഗിച്ചത് രണ്ട് യുവതികളെയാണ്. അതും സൈന്യത്തിൻ്റെ അധികാര ശ്രേണിയിൽ 6-മോ 7-മോ റാങ്കിൽ വരുന്ന രണ്ടു സ്ത്രീകൾ. പക്ഷേ ഇരുവർക്കും ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഇന്ത്യൻ അഭിമാനമുയർത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം നൽകിയ രണ്ട് യുവ വനിതാ ഓഫീസർമാർ. അസാമാന്യമായ ധീരതയോടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യൻ സേനയെ നയിച്ച ധീരതയും നേതൃശേഷിയും പലതവണ പ്രകടമാക്കിയവരാണവർ. ഇന്ത്യൻ സേനയുടെ സിന്ദൂരക്കുറികളായി സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും. പരിചയപ്പെടാം ഇന്ത്യൻ സ്ത്രീകളുടെ അഭിമാനം ലോകത്തോളം ഉയർത്തിയ ഈ ധൈര്യ പെൺകൊടികളെ. ആദ്യം കേണൽ സോഫിയ ഖുറേഷി. ഗുജറാത്തിലെ വഡോദരയാണ് അവരുടെ ജന്മദേശം. നിലവിൽ 37 വയസ്സ്. 35-ാം വയസ്സിൽ പൂനെയിൽ നടന്ന ബഹുരാഷ്ട്ര സൈനിക അഭ്യാസമായ എക്സസൈസ് ഫോഴ്സ് 18-ൽ ഇന്ത്യൻ ആർമിയുടെ സംഘത്തെ നയിച്ച ആദ്യ വനിതാ ഓഫീസർ എന്ന നിലയിലും അവർ ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട്. 18 രാജ്യങ്ങൾ പങ്കെടുത്ത ബഹുരാഷ്ട്ര സൈനിക അഭ്യാസമായിരുന്നു അതെന്നോർക്കണം. 18 സൈനിക സംഘങ്ങളിൽ ഈ സംഘങ്ങളെ നയിച്ച ഏക വനിത ഇന്ത്യയുടേതായിരുന്നു. US, റഷ്യ, ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ, ഓസ്ട്രേലിയ തുടങ്ങിയ ലോകത്തെ വമ്പൻ സൈനിക ശക്തികളടക്കം പങ്കെടുത്ത ഇന്ത്യ ആതിഥ്യം നൽകിയ ഏറ്റവും വലിയ സൈനിക അഭ്യാസത്തിൽ ഇന്ത്യ തലപ്പത്തേക്ക് ഇങ്ങനെ ഒരു സ്ത്രീയെ നിയോഗിക്കണമെങ്കിൽ ഒന്നോർക്കണം, എത്രത്തോളം കേപ്പബിളാണ്. ലോകത്തിന് മുന്നിൽ ചെറിയൊരു പഴുതിൽ പോലും, ചെറിയൊരു വീഴ്ചയിൽ പോലും ഇന്ത്യൻ സേനയ്ക്കാകെ നാണക്കേടുണ്ടാകാവുന്ന വലിയൊരു ഉത്തരവാദിത്വം ഇന്ത്യ സേന ധൈര്യപൂർവ്വം ഏൽപ്പിച്ചത് ഈ സ്ത്രീയാണ്. അന്ന് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ബിപിൻ റാവത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യൻ സേനയിൽ സ്ത്രീക്കും പുരുഷനും തുല്യ അവസരങ്ങളാണുള്ളത്. സ്ത്രീ എന്ന പരിഗണനയിലല്ല, നേതൃശേഷിയും മികവും പരിഗണിച്ചാണ് ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് എന്ന് തന്നെയാണ്. ഏറ്റവും വലിയ ഒരു അംഗീകാരം കൂടിയായിരുന്നു ഇത്. സൈനിക ആശയവിനിമയങ്ങളുടെയും വിവര സംവിധാനങ്ങളുടെയും ഒക്കെ ഉത്തരവാദിത്തമുള്ള കോർപ്സ് ഓഫ് സിഗ്നൽസിലെ കേണൽ ആണവർ. 2006-ൽ കോങ്കോയിൽ നടന്ന UN സമാധാന പരിപാലന ദൗത്യത്തിൽ 6 വർഷത്തോളം മികവാർന്ന സേവനം അനുഷ്ഠിച്ച പരിചയവുമുണ്ട്. ഗുജറാത്ത് സ്വദേശിയാണ്. ബയോകെമിസ്ട്രിയിലെ ബിരുദാനന്തര ബിരുദം നേടി ഒരു സൈനിക കുടുംബത്തിൽപ്പെട്ട ആൾ കൂടിയാണ്. മുത്തച്ഛൻ സേനയിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. അച്ഛൻ സൈന്യത്തിൽ മതപഠനം നടത്തിയിരുന്ന ആളാണ്. മെക്കനൈസ്ഡ് ഇൻഫൻട്രിയിലെ മേജർ താജുദ്ദീൻ ഖുറേഷിയാണ് ജീവിത പങ്കാളി. ചെന്നൈ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ നിന്നും 1999 ബാച്ച് ലഫ്റ്റനന്റ് ആണ്. പഞ്ചാബ് അതിർത്തിയിലെ ഓപ്പറേഷൻ പരാക്രമിലെ മികവുറ്റ പ്രവർത്തനത്തിന് ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് പദവി നൽകി ആദരിച്ചിട്ടുണ്ട്. വടക്കുകിഴക്കൻ മേഖലയിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെ മികവിന് സിഗ്നൽ ഓഫീസർ ഇൻ ചീഫ് ബഹുമതിയും നൽകിയിട്ടുണ്ട്. എന്തായാലും പലതരത്തിൽ ഈ 37 വയസ്സിനുള്ളിൽ തൻ്റെ മികവ് തെളിയിച്ചു തന്നെയാണ് അവർ ഈ പദവിയിലേക്ക്, ഈ ഉത്തരവാദിത്തത്തിലേക്ക് രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തതും ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം നൽകിയതും. മറ്റൊന്ന് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. ആകാശത്ത് വസിക്കുന്നവൾ എന്നാണ് വ്യോമിക എന്ന വാക്കിൻ്റെ അർത്ഥം. നന്നേ ചെറുപ്രായത്തിൽ തന്നെ ആകാശത്തിൽ പറക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന അവർ NCCയിലൂടെയാണ് പിന്നീട് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയാണ് വ്യോമസേനയിൽ ഹെലികോപ്റ്റർ പൈലറ്റായി തുടങ്ങിയത്. സാധാരണ വിമാനങ്ങളെക്കാളൊക്കെ ഹെലികോപ്റ്ററിൻ്റെ പ്രത്യേകത, പ്രത്യേകിച്ച് വ്യോമസേനയുമായി ബന്ധപ്പെട്ട ഹെലികോപ്റ്ററുകൾ അപകടകരമായ അന്തരീക്ഷത്തിൽ ഏറ്റവും വലിയ ഓപ്പറേഷനുകളൊക്കെ നടത്താൻ ഉപയോഗിക്കുന്നതാണ്.
ഹിമാലയത്തിൻ്റെ മഞ്ഞുമലകളിലും ഏറ്റവും കഠിനമായ പ്രദേശങ്ങളിലടക്കം ഈ സൈനിക ഹെലികോപ്റ്ററിൽ പറക്കാനും താഴെ ആളുകളെ സൈന്യത്തെ ഇറക്കാനും സാധനങ്ങൾ ഇറക്കാനും അടക്കം ആയുധങ്ങൾ ഇറക്കാനും അടക്കം വലിയ റിസ്ക്കുള്ള ഒരു ഓപ്പറേഷൻ കൂടിയാണ്, അല്ലെങ്കിൽ മികവ് പ്രകടിപ്പിക്കേണ്ട മേഖല കൂടിയാണ്. 2019 ഡിസംബർ മുതലാണ് ഫ്ലൈയിങ് ബ്രാഞ്ചിൽ ജമ്മു കാശ്മീരിലും വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ തുടങ്ങി ഏറ്റവും കഠിനമായ ഭൂപ്രദേശങ്ങളിൽ ചേതക്ക്, ചീറ്റ തുടങ്ങിയ ഹെലികോപ്റ്ററുകൾ പറപ്പിച്ചാണ് അവർ അവരുടെ മികവ് തെളിയിച്ചത്. 2020 അരുണാചൽ പ്രകൃതി ദുരന്ത രക്ഷാ ദൗത്യവും 2021 പർവ്വതാരോഹണ സംഘാംഗവുമൊക്കെയായും സാഹസികത എക്കാലവും ഏറ്റെടുത്ത ഒരു വനിതാ ഓഫീസർ കൂടിയാണ് വ്യോമിക സിംഗ്. കൃത്യതയോടെ ഇത്തരം സാഹസിക ഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ സാഹസികത ആവശ്യമായ ഘട്ടങ്ങളിൽ, ആസൂത്രണം ആവശ്യമായ ഘട്ടങ്ങളിൽ എങ്ങനെ നേതൃത്വപരമായ പങ്ക് വഹിക്കാമെന്ന് സേനയിൽ പലതവണ തെളിയിച്ച ആൾ കൂടിയാണ് വ്യോമിക സിംഗ്. എന്തായാലും ഇന്ത്യ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിജയത്തോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ഒരു പടി അതിനേക്കാൾ അപ്പുറത്തേക്ക് ചരിത്രത്തിലേക്ക് രേഖപ്പെടുത്തുന്ന രീതിയിലായിരിക്കും ഇന്ത്യ ഒരു ഓപ്പറേഷൻ്റെ വിജയം ലോകത്തോട് വിളിച്ചു പറയാനായി നിയോഗിച്ചത് 2 വനിതകളെയാണ്, 2 യുവതികളെയാണ്. ഈ സേനയുടെ അധികാര ശ്രേണിയിലൊക്കെ 1ാമതോ 2ാമതോ വരുന്നവരെയല്ല, 5ാമതോ 6ാമതോ 7ാമതോ ഒക്കെ വരുന്ന ഓഫീസർമാരുടെ റാങ്കിൽ നിൽക്കുന്ന 2 പേരെയാണ് ഈ നിയോഗിച്ചത് എന്നുള്ള വലിയ പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് എല്ലാ കാലവും സേനകളുണ്ടായ കാലം മുതൽ എപ്പോഴും ആണധികാരത്തിൻ്റെ ഒരു കേന്ദ്രമായ സേനയിൽ ഇന്ത്യൻ സേന സ്ത്രീകൾക്കും തുല്യമായ പരിഗണന നൽകുന്നു എന്നതിന് കൂടി ലോകത്തോട് വിളിച്ചു പറയുന്നത് ഒരു അടയാളമായി കൂടിയാണ് ഈ സോഫിയ ഖുറേഷിയെയും വ്യോമിക സിംഗിനെയും. ഇത്ര സുപ്രധാനമായ ഒരു വാർത്താ സമ്മേളനത്തിൽ ഇടതും വലതുമിരുത്തി അവർ കൂടി മാധ്യമങ്ങളോട് സംസാരിച്ച് ഇന്ത്യ സംസാരിക്കുന്നത് ഇന്ത്യൻ സ്ത്രീത്വത്തിൻ്റെ അഭിമാന അടയാളങ്ങളായ സോഫിയ ഖുറേഷിക്കും വ്യോമിക സിംഗും ഭാവിയിലേക്ക് ഇന്ത്യൻ സ്ത്രീകൾക്ക് കൂടി, ഇന്ത്യയിലെ വളർന്നു വരുന്ന എല്ലാ പെൺകുട്ടികൾക്കും അഭിമാനവും പ്രതീക്ഷയും ഒക്കെയാണ് എന്നത് ഈ 2 സ്ത്രീകളും അത്തരമൊരു അഭിമാന അടയാളപ്പെടുത്തലാണ് ഇന്ത്യ നടത്തിയത്.